അതെ ഞാൻ പറയുന്നത്, ഞാൻ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ പോയാളാണ്. 63-ലൊക്കെ ആ ആള് 65-ൽ ദേവരായ മാഷെ പരിചയപ്പെടുത്തി വയനാടിൻ്റെ പാട്ട് പാടിക്കൊണ്ട് എന്നെ രംഗത്തേക്ക് വരുത്താൻ ആഗ്രഹിച്ചു. ആ ബ്ലെസ്സിങ് എനിക്കുണ്ടായി എന്നാണ് വിശ്വാസം. അതിപ്പോഴെങ്കിലും സബലീകരിച്ചു. ജനങ്ങൾ പാട്ടുകാർക്കുള്ളതായിരിക്കും തീരുമാനിച്ചു, അംഗീകരിച്ചു എന്നുള്ളത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. പാട്ടുകാരനായിട്ട് സംഗീത സംവിധാനമായിട്ട് ഉണ്ടാക്കിയ പാട്ടുകൾ അവിടെ നിൽക്കുന്നു. അത് പാട്ടുകാരികളും പാട്ടുകാരന്മാരും എഴുത്തുകാർക്കും കിട്ടിയിട്ടില്ല. ആദ്യത്തെ ഒരു പുരസ്കാരം എന്നുള്ള എനിക്ക് ഇപ്പോഴെങ്കിലും അത് അംഗീകരിച്ചല്ലോ, വലിയ സന്തോഷം. പ്രണയം തുടരുന്നു എന്ന സിനിമ പാട്ടേതാണെന്ന് എനിക്കറിയില്ല. അനവധി പാട്ടുകൾ പാടുന്നുകൊണ്ടും നമ്മളൊരു പാട്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ വേറെ തുടങ്ങുക, അതൊന്നും കേട്ടിരിക്കാറില്ല. ഒരു പാട്ടിൻ്റെ പുറകെ നടന്ന് അതന്നെ കേട്ട് വേറെ ആ ഹാങ് ഓവർ നമുക്കുണ്ടാകുക. പിന്നെ വേറെ ഒന്നും ചെയ്യുമ്പോൾ വേറെ മാറി വരാതെ ഇതിൻ്റെ ഒരു റൂട്ടിൽ നിൽക്കുന്ന രീതി വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ എന്തെങ്കിലും ചെയ്താൽ പിന്നെ വേറെ നോക്കുക, അത് കേട്ടിരിക്കാറില്ല. എത്രായിരം പാട്ടുണ്ടാക്കിയാലും നമ്മളതിൻ്റെ പുറകെ പോകാറില്ല. പിന്നെ വേറെ ആൾക്കാർ പറയുന്ന സമയത്ത് നമ്മളത് ചെയ്യുക, അതെന്താണെന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ എന്താണോ ആൾക്കാർക്ക് താല്പര്യം അത് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ 2-3 പടത്തിൻ്റെ വർക്കിൻ്റെ കാര്യം മാത്രം 1-2 കഴിഞ്ഞു. ഇനി വേറെ ചിലതൊക്കെ ഇപ്പം സംസാരം കഴിഞ്ഞിരിക്കുക. ആ കാര്യം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ കാര്യം ഫോൺ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ എന്തായാലും സാധാരണ എല്ലാ തരത്തിലും നമ്മൾ ഈ രംഗത്ത് നിൽക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനോ ചെയ്യാനോ കഴിയാത്ത ഒരാളെന്ന നിലയ്ക്ക് ഇതൊക്കെ വരുന്ന സമയത്ത് വരും. അതിൽ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖമൊന്നുമുള്ള ആളല്ല. അംഗീകരിച്ച് ജനങ്ങൾക്ക് ആ അംഗീകാരം മനസ്സിലായി, അത് മറ്റുള്ള പൊതുജനങ്ങൾക്കും താല്പര്യമായി എന്ന് പറയുമ്പോൾ ആ താല്പര്യം നമ്മൾ അംഗീകരിച്ചു, എന്നെ അംഗീകരിച്ചല്ലോ, അത് വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, എത്ര എനിക്ക് പറയാനുള്ളൂ.